അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3075. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഇടയ്ക്കിടെ ഗിഫ്റ്റ് കൊടുക്കണം. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, തഹാദോ, നിങ്ങൾ പരസ്പരം ഹദിയ നൽകുക. ഹദിയ അത് ക്യാഷ് ആണെങ്കിലും മറ്റെന്താ വസ്തുക്കളാണെങ്കിലും ഗിഫ്റ്റായിട്ട് നൽകുക. ബഹുമാനത്തോടുകൂടെ നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. ഫഇന്നൽ ഹദിയത തുദ്ഹിബു വഹറ സ്വദർ. കാരണം ഹദിയ അത് ഹൃദയത്തിൻ്റെ വിദ്വേഷങ്ങൾ ഇല്ലാതാക്കി കളയും. പോര്, വിദ്വേഷം, അതേപോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന ആശങ്കകൾ, ഇതെല്ലാം ഇല്ലാതാക്കി കളയും. നമ്മളോട് ഒരാൾക്ക് മനസ്സിലെന്തെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ, പോര് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു അതൃപ്തി ഉണ്ടെങ്കിൽ പോലും അത് നീക്കിക്കളയും ഹദിയ കൊടുത്താൽ. നമ്മൾ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ മനസ്സിൽ ചെറിയൊരു അടുപ്പം തോന്നും. അത് സ്വാഭാവികമാണ്. വലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറത്തിഹ. ഒരു അയൽവാസിയും മറ്റു അയൽവാസി, സ്ത്രീകളാണല്ലോ പ്രത്യേകിച്ച് കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്നത്, അവർക്ക് നിസ്സാരമായി കാണരുത്. വലോ ഷിഖ ഫിർസിന് ഷാത്തിൻ. അതൊരു ആടിൻ്റെ കുളമ്പിൻ്റെ കഷ്ണമാണെങ്കിൽ പോലും വീട്ടിലെന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അയൽവാസിക്ക് കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാൻ മാത്രം ഇപ്പം ഇല്ല. ഒരാടിനെ ഉണ്ടാക്കിയപ്പോൾ പാകം ചെയ്തപ്പോൾ അതിനൊരു ആടിൻ്റെ കുളമ്പിൻ്റെ ചെറിയ കഷ്ണം മാത്രം കൊടുക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ സാധനം ലഭ്യമായുള്ളൂ. ഇതൊക്കെ കൊടുക്കണം മോശമല്ലേ എന്ന് കരുതിയിട്ട് കൊടുക്കാണ്ടിരിക്കരുത്, നിസ്സാരാക്കി കളയരുത്. അപ്പോൾ കൊടുക്കാനുള്ളത് നമുക്ക് എന്തായാലും നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കണം. അത് എത്ര നിസ്സാരമായതാണെങ്കിലും ചെറുതാണെങ്കിലും കുറച്ചാണെങ്കിലും കൊടുക്കണം. അതാണ് അയൽപ്പക്ക ബന്ധം ഊഷ്മളമാകാൻ വേണ്ടത്. അതൊരു ഹദിയയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊരു അല്പം അയൽവാസികൾക്ക് കൊടുക്കുക. അത് നല്ലതാണ്. ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നല്ലതാണ്. മനസ്സ് അടുക്കാൻ, വിദ്വേഷം പോകാൻ, വൈരാഗ്യം പോകാൻ നല്ലതാണ്. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, അതേപോലെ തന്നെ നാമുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഇവർക്കൊക്കെ കഴിയുമെങ്കിൽ ഹദിയ കൊടുക്കുക. അത് ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കാരണമാണ്. സ്നേഹം കൂടാനും, മനസ്സിലെവിടെയെങ്കിലും ചെറിയ വിദ്വേഷമോ വൈരാഗ്യമോ സ്നേഹക്കുറവോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ അത് നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി. അല്ലാഹു തആല നമ്മുടെയൊക്കെ ബന്ധങ്ങൾ നീട്ടി ഉറപ്പിക്കുമാറാവട്ടെ. ഇസ്ലാമികമായി അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെടുന്ന ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.